ലീ എന്നൊരുത്തൻ ഔഷധഗുണമുള്ള പാമ്പുകളെ പിടിക്കാനായിട്ട് കുറച്ച് ആളുകളുമായി കാട്ടിലേക്ക് വന്നതാണ്. എന്നാൽ ഇവന്റെ ശരിക്കുമുള്ള ഉദ്ദേശം തന്റെ ഒപ്പമുള്ള ആളുകളെ ഇരയാക്കി ക്രിംസൺ എന്നൊരു വലിയ പാമ്പിനെ പിടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതൊന്നും അവന്റെ ഒപ്പം വന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവർ കാട്ടിലെത്തി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വലിയൊരു പാമ്പിന്റെ ശില കാണാണ്. അതിന് തൊട്ടടുത്ത് ധാരാളം പാമ്പുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടയുടൻ ലീയുടെ ഒപ്പം വന്ന ആളുകൾ ആ ചെറിയ പാമ്പുകളെയൊക്കെ പിടിച്ച് ചാക്കിലാക്കാണ്. എന്നാൽ ലീ മാത്രം എന്തിനെയോ കണ്ട് പതുങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയ പാമ്പ് അങ്ങോട്ട് വന്ന് അവന്റെ ഒപ്പം വന്ന രണ്ടാളുകളെയും പിടിക്കുകയാണ്. എന്നാൽ ലീ ഇത് കണ്ടിട്ടും ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. കാരണം അവൻ പിടിക്കാൻ ഉദ്ദേശിച്ച പാമ്പ് അതല്ലായിരുന്നു. പെട്ടെന്നൊരു വലിയ ശബ്ദം കേൾക്കാണ്. ആ ശബ്ദം കേട്ടയുടൻ ആ വലിയ പാമ്പ് ലീയെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോവാണ്. കാരണം അതിനേക്കാൾ വലിയൊരു പാമ്പ് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അതേസമയം ആ റിവറിലൂടെ കുറച്ച് ആളുകൾ യാത്ര ചെയ്യായിരുന്നു. എന്നാൽ ഇവർ പോകുന്ന വഴി മരം കൊണ്ടുണ്ടാക്കിയ വലിയൊരു വേലി ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ആ വേലി ബോംബിട്ട് നശിപ്പിക്കുകയാണ്. എന്നാൽ ശരിക്കും ആ വേലിക്കുള്ളിൽ മുഴുവൻ പാമ്പുകളായിരുന്നു. ബോംബ് പൊട്ടിയതും ആ പാമ്പുകളൊക്കെ തെറിച്ച് നേരെ ഇവരുടെ ബോട്ടിലേക്കാണ് വീണത്. അതേസമയം ലീ അങ്ങോട്ട് വന്ന് ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ അഭിനയിച്ച് ആ പാമ്പുകളിൽ നിന്നൊക്കെ ഇവരെ രക്ഷിക്കുകയാണ്. എന്നാൽ ഇവന്റെ ശരിക്കുമുള്ള ഉദ്ദേശം ഇവരെയൊക്കെ ഇരകളാക്കി ക്രിംസൺ എന്ന വലിയ പാമ്പിനെ പിടിക്കുക എന്നതാണ്. ഒരു ഘട്ടത്തിൽ ലീ വിചാരിച്ച പോലെ തന്നെ ഇവരെ ഇരകളാക്കി ക്രിംസണെ പിടിക്കാനായിട്ട് കെണിയൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു. എന്നാൽ അവസാനം അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. ക്രിംസൺ അവനെ തന്നെ വിഴുങ്ങി.